അല്പശരീരമെങ്കിലും വീരോചിതമായി ജീവിതം നയിച്ച ഈശോയുടെ സ്വന്തം അന്നക്കുട്ടി. നമുക്ക് കാണാം സെയിന്റ് അൽഫോൻസോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സിസ്ലിയെ, എടി സിസ്ലി കുഞ്ഞ്, നിങ്ങൾ വരുന്നില്ല സന്ധ്യാപ്രാർത്ഥനയ്ക്ക്? സമയം എത്ര ആയിന്നറിയാമോ? അതെങ്ങനെ ഒരടുക്കും ചിട്ടയും ഒന്നുമില്ല ഇവിടെ. എല്ലാ ദിവസവും കൃത്യസമയത്ത് സന്ധ്യാപ്രാർത്ഥന ചെല്ലണമെന്ന് പറഞ്ഞാൽ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആ സമയത്ത് ആശാരിച്ച് കട്ടുകൂടെ. അമ്മച്ചി, ഞാനിത് അയക്കും കേട്ടോ. എന്റെ കെട്ടിയവൻ എന്തിയടി? ചാൻ ഫോണിലെങ്ങാനുമായിരിക്കും അമ്മച്ചി. എന്റെ കൊച്ചുമക്കളോ വിളിക്കാവരെ? ഓ, ഒരാൾ ഫോണിലും അടുത്തയാൾ ഐപാഡിലും ആയിരിക്കും. സിസ്ലി കുഞ്ഞ്, ഞാൻ അമ്മായിയമ്മ പോലെ എടുക്കുകയാണെന്ന് നീ പറയരുത്. നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ മര്യാദയ്ക്ക് വളർത്തണമെന്ന്. നീ എന്തിനാ നിന്റെ മക്കളെ പേടിക്കുന്നത്? അവർ നിന്റെ മക്കളല്ലേ. തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. അല്ലെങ്കിലുണ്ടല്ലോ, കണ്ടവർ എടുത്തിട്ടിരിക്കുന്നത് കണ്ടിട്ട് നീ സങ്കടത്തോടെ അവസാനം ദൈവസന്നിധിയിലേക്ക് മടങ്ങേണ്ടി വരും. ദൈവം നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച കടമ നിർവഹിക്കാതെ അങ്ങ് ചെന്നാൽ ദൈവസന്നിധിയിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. ഈശോയെ കൊടുക്കും നീ അവർക്കാദ്യം, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈ ന്യൂജൻ എങ്ങനെയാന്നേ അമ്മച്ചി? എന്ത് പറഞ്ഞാലും നമ്മളെല്ലാം മോദിച്ചൻ. മക്കളെ, നൂച്ച ഇന്ന് വന്നേ. എന്റെ അമ്മച്ചി, ന്യൂജന്നല്ല, ന്യൂജൻ, ന്യൂ ജനറേഷൻ. എന്ത് ഒന്നാണ്ടായാലും വേണ്ടില്ല, നീ അവരെ വിളിക്കേ. എന്റെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാനായിരുന്നു. ഇനി ഇതെന്നെന്നും തീരുവല്ല. എന്താ ചേച്ചി ഇന്നത്തെ സ്പെഷ്യൽ? നിനക്ക് അറിയത്തില്ല? ആരോ ചോട്ടുന്നേ? കൊടുത്താൽ മതി, നിനക്കെല്ലാം മനസ്സിലാക്കി തരും. എന്താ രണ്ടാളും കൂടി തർക്കിക്കുന്നത്? വലിയമ്മച്ചി, ഇവൻ പറയവാ, ഇവൻ അൽഫോൻസമ്മ ആരാണ് അറിയില്ലാണ്. അത്രേ ഉള്ള കാര്യം. വാ മക്കളിരിക്കെ, വല്യമ്മച്ചി ഒരു കഥ പറഞ്ഞു തരാം. ഇതൊരു കഥയല്ല, ഇതൊരു പുണ്യാത്മാവിൻ്റെ ജീവിതമാണ്. മക്കളുടെ അപ്പായും അമ്മയും ഈ വല്യമ്മച്ചിയും ഒക്കെ ജനിച്ചു വളർന്ന നാട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഹരിതം നിറഞ്ഞ കാടുകളും പച്ചപ്പ് വളർന്ന വയലുകളും കായലുകളും നിർമ്മിച്ച സൗന്ദര്യവും വെള്ളച്ചാട്ടങ്ങളുടെ മധുര ശബ്ദവും ഇതെല്ലാം നിറഞ്ഞ ഒരു കൊച്ചു നാട്, നമ്മുടെ സ്വന്തം കേരളം. എടി അണ്ണാമോ, നല്ല മഴ വരുന്നുണ്ട്. മഴയ്ക്ക് മുമ്പ് നമുക്ക് മുട്ടത്തുപാടത്ത് എത്തണം. രാവാകുന്നതിന് മുമ്പ് മുടിച്ചിറയിൽ തിരിച്ചെത്തുകയും ചെയ്യണം.
എടാ എൻ്റെ നോക്കിക്കേ, എൻ്റെ കുട്ടി എത്ര സുന്ദരിയാണ്. നിനക്കൊക്കെ എന്താണ് സൂക്കേട്? ശരിക്കും മോളെ നീ വിട്ടേക്ക്, അവര് പോട്ടെ. നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ അന്നെ കുട്ടീനെ ബാധിക്കാൻ. എന്റെ ഈശോയെ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമോ? ലോകപാപങ്ങളിലൊന്നും വീഴാതെ നീ എന്നെ കാത്തോളണമേ. എനിക്ക് നിന്റേതായി മാത്രം ജീവിക്കണം. അമ്മേ മാതാവേ, എൻ്റെ ഹൃദയം ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മുൻഗാനമാക്കി തീർക്കണമേ. വിശുദ്ധ കൊച്ചുത്രേസ്യ കുഞ്ഞുമതി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ അമ്മേ, എനിക്ക് പേടിയാകുന്നു. ആരാ ഇത്? മോളെ എന്നെക്കുട്ടി, നീ പേടിക്കേണ്ട. ഇത് നീ ഏറെ സ്നേഹിക്കുന്ന കൊച്ചുത്രേസ്യമ്മയാണ്. എന്നെ സ്വർഗത്തിൽ നിന്ന് ഈശോ ഒരു ദൂതുമായി നിന്റെ അടുത്തേക്ക് വിട്ടതാണ്. എൻ്റെ ഈശോയെ, ഇതാ അമ്മയുടെ അന്നക്കുട്ടി. നിന്നെ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ സ്വർഗീയ മണവാളൻ നിന്നെ സ്വന്തം മണവാട്ടിയായി സ്വീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? അന്നക്കുട്ടി മരത്തിൽ ചേർന്ന് ഒരു കന്യാസ്ത്രീയാകണം. ഈശോയ്ക്ക് സ്വയം സമർപ്പിച്ച് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് നീ ജീവിക്കണം. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അമ്മേ. നീ സഞ്ചരിക്കാൻ പോകുന്ന വഴികൾ അത്ര എളുപ്പമായിരിക്കില്ല. കഷ്ടപ്പാടുകളും വേദനകളും സഹിക്കേണ്ടി വരും. ഈശോയ്ക്ക് വേണ്ടി സർവം നീ സഹിക്കണം. അണ്ണിക്കുട്ടിയെ, നീ അറിഞ്ഞോ? എന്താ അപ്പച്ച വിശേഷം? എന്ത് വിശേഷം എന്നോ? നിന്റെ കല്യാണക്കാരൻ തന്നെ ഈ ഞായറാഴ്ച നിന്റെ ഒരുക്കിയിലാണ്. നിന്റെ അപ്പനും വരുന്നുണ്ട്. എല്ലാം ഒരുക്കി കഴിഞ്ഞു. കോക്കയെ പിടിക്കാൻ കുഞ്ഞാപ്പിനെ വിട്ടിട്ടുണ്ട്. എടാ, എനിക്ക് കല്യാണം വേണ്ടടാ. എനിക്കൊരു കന്യാസ്ത്രീ ആയാൽ മതി. ഒന്ന് ചെന്ന് പറയണ്ട, എന്റെ പൊന്നാങ്ങനെയല്ലേ നീ. എന്റെ അമ്മച്ചിയുടെ സ്വഭാവം നിനക്കറിയില്ല. മുറുക്കം വീട്ടിൽ പോലെ അപ്പൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ പോലുമില്ല ധൈര്യം എൻ്റെ അമ്മയ്ക്കില്ല. നീ ഇവിടുത്തെ രാജകുമാരിയല്ലേ? നീ തന്നെ അങ്ങ് ചെന്ന് കാല് പിടിക്കുക. എന്നെ അങ്ങ് വിട്ടേരും പോലെ. അന്നക്കുട്ടി, ഒന്ന് നിന്നേ. ഞാൻ മോളോട് ഒരു കാര്യം പറഞ്ഞാൽ മോളത് അനുസരിക്കണം. അതനുസരിച്ചേ പറ്റൂ. എന്താ വേണ്ട? അല്ലേ വേണ്ട, ഞാൻ തന്നെ അതങ്ങ് പറഞ്ഞോളാം. പിന്നെ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. നിന്റെ കല്യാണം നടത്താൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ഈ ഞായറാഴ്ച നിന്നെ കാണാൻ ചെറുക്കൻ കൂട്ടർ വരും. നിന്റെ അപ്പനെ വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ഈ ഞായറാഴ്ച ഞങ്ങളതങ്ങ് ഉറപ്പിക്കുക. 2 ആഴ്ചക്കുള്ളിൽ കല്യാണം. മോള് എതിർത്തൊന്നും പറയണ്ട. കരച്ചിലോ പിഴിച്ചിലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കുഞ്ഞ് അതിനെപ്പറ്റി ഒന്നും ആകുലപ്പെടുകയും വേണ്ട. എൻ്റെ കുഞ്ഞിനെ ഞാൻ അത്രയ്ക്കങ്ങ് സ്നേഹിച്ചു പോയി. അവര് നല്ല കൂട്ടരാ മോളെ. എൻ്റെ കുഞ്ഞിന് നല്ലതേ വരും. അന്നക്കുട്ടി, നീ എന്താ ചെയ്യും? എനിക്ക് നീ മാത്രം മതി. നിന്നെ മാത്രം മണവാട്ടിയായിട്ട് എനിക്ക് ജീവിച്ചാൽ മതി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ തിരുമുറിവുകളെ ഓർത്ത് ഞാൻ സഹിച്ചുകൊള്ളാം. ഒരു അത്ഭുതം പ്രവർത്തിച്ച് എന്നെ ഇവിടെ നിന്ന് ഒന്ന് രക്ഷിക്കുക. എനിക്ക് നീ തന്ന ഈ സൗന്ദര്യം ഇല്ലാതായ എനിക്ക് നിന്റേതാകാൻ പറ്റുമോ? എങ്കിൽ അതില്ലാതാക്കാനും ഞാൻ തയ്യാറാ. എനിക്ക് നിന്റേതായ മാത്രം മതി. എൻ്റെ
എന്റെ ഈശോയെ, അത് അന്നുകുട്ടീന്റെ കാഴ്ചയിലല്ലേ? അന്നുകുട്ടി, എടി അന്നുകുട്ടിയെ. മോളെ അനുക്കുട്ടി, നിനക്കിത് എന്തു പറ്റി? എന്തിനാ മോളെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? എന്റെ ഈശോയെ, എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതേ. ഉന്റെ ദൈവമേ. അങ്ങനെ അഗ്നിശുദ്ധി വരുത്തിയ കന്യാത്വം തമ്പുരാനായി സമർപ്പിച്ച് 1927 പെന്തക്കുസ്താ ദിനത്തിൽ ഭരണജ്ഞാനത്തെ ക്ലാർമഠത്തിൽ അന്നക്കുട്ടി ചേർന്ന് അൽഫോൻസയായി. ഈശോക്കായി സഹനജീവിതം നയിച്ച പുണ്യാത്മാവ് വിശുദ്ധിയുടെ വെള്ളിച്ചിറകുകൾ വീശി വീശി ഈശോയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നിട്ടോ ഈശോയോട് ചോദിച്ച് ഈ ഭൂമിയിലുള്ള നമുക്ക് വേണ്ടി ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. മക്കള് അങ്ങോട്ട് നോക്കിക്കുകയും അത് ആരാ വരുന്നതെന്ന് അൽഫോൻസാമ ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് മക്കൾ കാണാൻ പോകുന്നത്. അൽഫോൻസാമ്മേ, ഞങ്ങളുടെ ഈ മോനെ കൊണ്ട് ഞങ്ങൾ എത്ര വൈദ്യശാലകളിൽ കയറിയിറങ്ങി. ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മേ, നിനക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന്. ഈശോയോട് ഒന്ന് പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞിന്റെ കാലം ഒന്ന് സുഖമാക്കി തായോ. നമ്മുടെ കുഞ്ഞിന് കാല് നേരെയായി. എന്റെ ഈശോയെ, ഞാൻ എന്തൊക്കെ കാണുന്നത്? നമ്മുടെ കുഞ്ഞിന്റെ കാല് നിവർന്നു. നിങ്ങൾ കണ്ടോ? ഞങ്ങളുടെ കുഞ്ഞിന്റെ കാല് നേരെയായി. അൽഫോൻസാമ്മേ, നന്ദി. ഈശോയെ നന്ദി. ദൈവമേ നന്ദി. വലിയമ്മച്ചി, അൽഫോൻസാമിന്റെ ചങ്കായ ഈശോ ഇനി മുതൽ എന്റെയും ചങ്ക. ചങ്കാടന്റെ ഈശോ, എന്റെ ചങ്കടി പാടന്റെ ഈശോ, ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാടന്റെ ഈശോ, എന്റെ ചങ്കിടി പാടന്റെ ഈശോ, ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും.